ഷാനവാസ് പാദൂരിന്റെ പ്രഖ്യാപനം അത് റോഡ് ഷോയായി തന്നെ മാറിയിരിക്കുന്നു. വലിയ ആവേശത്തിലാണ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂർ. കാസർഗോഡ് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുൺ പുഷ്പച്ചേരുന്നുണ്ട്. വലിയ ആവേശത്തിലാണല്ലേ അണികളെല്ലാം. തീർച്ചയായും റോഷ്നി, വലിയ ആവേശമാണ് ഇവിടെ കാണാനുള്ളത്. കാസർഗോഡ് മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂരിനെ LDF പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ കാസർഗോഡ് നഗരത്തിലൂടെയുള്ള റോഡ് ഷോയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടാണ് ഈ റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 3ാം സ്ഥാനത്തുള്ള മണ്ഡലമാണ് കാസർഗോഡ്. ആ 3ാം സ്ഥാനത്തുള്ള മണ്ഡലത്തിൽ ഷാനവാസ് പാദൂരിലൂടെ തിരിച്ചുപിടിക്കുക, അതായത് ഈ മണ്ഡലം പിടിച്ചെടുക്കാനാകും എന്ന പ്രതീക്ഷ, അതായത് വിജയം എന്ന പ്രതീക്ഷയിലേക്ക് തന്നെയാണ് LDF അത്തരമൊരു ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഷാനവാസ് പാദൂരിനെ നേരത്തെ മഞ്ചേശ്വരം മണ്ഡലത്തിലൊക്കെ ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നു. പിന്നീട് മഞ്ചേശ്വരം മണ്ഡലത്തിൽ CPM മറ്റൊരു സ്ഥാനാർത്ഥി നിശ്ചയിക്കുകയും കാസർഗോഡ് മണ്ഡലത്തിൽ ഷാനവാസിനോട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. ഒടുവിലാണ് ഷാനവാസ് പാദൂർ അത് സമ്മതിച്ചത്. എന്തായാലും ഇപ്പോൾ ആവേശകരമായിട്ടുള്ള റോഡ് ഷോയാണ് മുന്നോട്ട് പോകുന്നത്. അല്പസമയം മുമ്പാണ് ഔദ്യോഗികമായ പ്രഖ്യാപനം ഇത് സംബന്ധിച്ച് ഉണ്ടായത്. കാരണം ഈ 3ാം സ്ഥാനത്തുള്ള ഒരു മണ്ഡലത്തിൽ അവിടെ വിജയിച്ചു വരിക എന്നത് എളുപ്പമല്ല. LDFനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി 25,000-ലധികം വോട്ടുകൾ മാത്രമേ ഈ മണ്ഡലത്തിലുള്ളൂ. അത്തരമൊരു മണ്ഡലത്തിൽ വിജയിച്ചു വരിക എന്നുള്ളത് എളുപ്പമല്ല. പക്ഷേ ഷാനവാസ് പാദൂരിന് ഈ മണ്ഡലത്തിലുള്ള സ്വാധീനം, അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ ഈ നാട്ടുകാരനാണ്, ഇവിടെ ഉള്ള അതായത് UDF കോട്ടകൾ തകർത്ത്, അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ശക്തി കേന്ദ്രമായിരുന്ന ചെങ്കള ഡിവിഷനിൽ നിന്ന് വിജയിച്ചു വന്ന ആളാണ് ഷാനവാസ് പാദൂർ. അത്തരത്തിൽ ഇവിടെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാവാണ് ഷാനവാസ് പാദൂർ എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഷാനവാസ് പാദൂരിനെ LDF സ്വതന്ത്രനായി മത്സരിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കാസർഗോഡ് CPM പ്രവർത്തകരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശകരമായിട്ടുള്ള സാഹചര്യം, അല്ലെങ്കിൽ ആവേശത്തോടെയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തെ പ്രവർത്തകർ ഏറ്റുവാങ്ങിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായി വളരെ പെട്ടെന്ന് തന്നെ ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ഈ റോഡ് ഷോയുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഷാനവാസ് പാദൂർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എത്രത്തോളം പ്രതീക്ഷ 100%. അതായത് നിലവിൽ LDF 3ാം സ്ഥാനത്തുള്ള ഒരു മണ്ഡലത്തിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി LDF സ്വതന്ത്രനായി മത്സരിക്കുന്നത്. സ്വാഭാവികമായും എത്രത്തോളം വെല്ലുവിളിയുണ്ട്, പ്രവർത്തകരുടെ ആവേശം കാണുമ്പോൾ എത്രത്തോളം വിജയപ്രതീക്ഷ? LDF ദിവസങ്ങളോളം ചർച്ച നടത്തി ഈ മണ്ഡലത്തിലേക്ക് ഉതകുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് എന്നോട് സംസാരിച്ചത്. കുറച്ച് ദിവസങ്ങൾ ചർച്ച കടന്നുപോയി. ഇന്നലെയാണ് ഒരു തീരുമാനത്തിലെത്തിയത്. ഒരിക്കലും LDFന്റെ ആ ഒരു ചർച്ചയോ അതല്ലെങ്കിൽ അവരെ കണ്ടെത്തലോ അതൊരിക്കലും അത് തെറ്റൂല എന്നതാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ചെറിയൊരു തെളിവാണ് നമ്മുടെ ഈ പിന്നിലുള്ള ഈ ആരവം നിങ്ങൾക്ക് കേൾക്കുന്നത്. വലിയ ആവേശം. ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം പ്രവർത്തകരാകെ വലിയൊരു ആവേശത്തിലേക്ക് പോവുകയല്ലേ? തീർച്ചയായും. ഈ UDFന്റെ ഒരു ശക്തി കേന്ദ്രത്തിലായിരുന്നു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് അങ്ങ് വിജയിച്ചു വന്നത്. അതേ വിജയം ആവർത്തിക്കാനാകുമെന്നാണോ പ്രതീക്ഷ? അങ്ങനെ ഒരു ശക്തി കേന്ദ്രം എന്നൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റൂല. കേന്ദ്രം അത് വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ കേന്ദ്രമാണ്. അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല എങ്കിൽ, അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അവർ തീർച്ചയായും പ്രതികരിക്കും. കാസർഗോഡ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവകാശപ്പെട്ടത് പൂർണ്ണമായും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കാസർഗോഡ് ടൗണിനകത്തുനിന്നും ഏതൊരാൾക്കും കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾ ആ രീതിയിൽ പ്രതികരിക്കും എന്നതാണ്. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കൂടെ നമ്മളൊപ്പം ചേരുകയാണ്. നിലവിൽ ഒരു രാഷ്ട്രീയ വോട്ടുകൾ കണക്കെടുത്താൽ 30,000-ഓളം വോട്ടുകൾ മാത്രമേ ഈ മണ്ഡലത്തിലുള്ളൂ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അവിടെ നിന്ന് വിജയത്തിലേക്ക് വരാൻ വലിയ വോട്ടുകൾ പിടിക്കണം. എന്താണ് ഷാനവാസ് പാദൂരിലൂടെ ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്?
ഷാനവാസിന്റെ സ്ഥാനാർത്ഥിത്വം ഇവിടെ വിസ്മയം സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്. അവർ ഏഷ്യന്റെ എമിനന്റ് കാൻഡിഡേറ്റ് ആണ് ശ്രീ ഷാനവാസ്. പൊതു സ്വീകാര്യതയുള്ള പൊതുപ്രവർത്തനത്തിന്റെ വളരെ അനുഭവ സമ്പത്തും കാര്യഗ്രാഹ്യവുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ്. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തനത്തിലിരിക്കെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കുമെല്ലാം അതീതമായി ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനെയാണ് ഇത്തവണ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത്. വലിയ ഉറച്ച വിജയം തീർച്ചയായും നല്ല രീതിയിലുള്ള ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞത് മുതൽ തന്നെ ജനങ്ങൾ അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥിയെ. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ശരി, റോഡ് ഷോ നടക്കുകയാണ്. ഷാനവാസ് പാദൂരിലൂടെ വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും ആവേശവും ഒക്കെയാണ് LDF അണികൾ പങ്കുവയ്ക്കുന്നത്. അവിടെ റോഡ് ഷോ നടക്കുന്നു. നമുക്ക് ഓർമ്മയുണ്ട് 2020 ഇടതുപക്ഷത്തിന് വേണ്ടി സ്വതന്ത്രനായി നിന്നുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഷാനവാസ് പാദൂർ ജില്ലയെ സംബന്ധിച്ച് തന്നെ ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ കാസർഗോഡാണ് ഇക്കുറി ഷാനവാസ് പാദൂർ ഇറങ്ങുന്നത്.